ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിൽ ഒരുപാട് കാലമായിട്ടല്ലേ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ പേൻ്റെ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ പേയിലെ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഹിസ്റ്ററി എല്ലാം കംപ്ലീറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാണാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഫസ്റ്റ് തന്നെ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെയായി നമുക്കിവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുണ്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഏത് ബ്രൗസറിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി രണ്ടെണ്ണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഏതാണോ നമ്മൾ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ടുള്ള ആ മെയിൽ ഐ ഡി നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലോക്ക് സ്ക്രീൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഹവർ, ലാസ്റ്റ് ഡേ, ഓൾ ടൈം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഡിലീറ്റായി പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യൽ. ഇത്തരത്തിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതല്ല നമ്മൾ ട്രാൻസാക്ഷൻസൊക്കെ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യക്കാർ ഉപയോഗിച്ച് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.